നോക്കാം നമ്മൾ അച്ചാറിലേക്കുള്ള മാങ്ങനെ അരി ചോദിച്ചുള്ളത്, അതുപോലെ തന്നെ അവിയലിലേക്കുള്ള കഷ്ണങ്ങളാണ് അരി ചോദിച്ചുള്ളത്. ഇനി നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തമിഴ്നാട് ഭാഗങ്ങളിലെ ഭക്ഷണത്തിൻ്റെ പണിക്ക് വരുമ്പോൾ പാചകക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പാത്രങ്ങൾ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നമ്മൾ പായസം വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് ഈ കാണുന്നത്. ഉരുളിയില്ലേ? സാധാരണ ഉരുളിയിലാണ് നമ്മൾ വെക്കാറ്, പക്ഷെ ഉരുളി ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കനം കൂടിയ ഒരു ഡച്ചിയാണ് കിട്ടിയുള്ളത്. അതുപോലെ തന്നെ പല പാത്രങ്ങളും നമുക്ക് ഉരുളി ഒരിക്കലും ഇവിടെ കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചെറിയ ഡച്ചുകളൊക്കെ നമ്മളെടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോറ് ഊറ്റി വയ്ക്കാനുള്ള കൊട്ടയും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികളാണ് ഇവിടെ കിട്ടുന്നത്. ഏതൊരു പാചകക്കാരനും തമിഴ്നാട് മേഖലയിലോ അല്ലെങ്കിൽ പുറത്തെവിടെ ഭക്ഷണം വയ്ക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാത്രങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. പായസത്തിന് നമ്മൾ ഇറക്കാൻ ഉപയോഗിക്കുന്ന ചട്ടകമാണ് ഈ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടകത്തിന് ഈ സൈഡ് കട്ട് ചെയ്ത് പോയത്തെ ഒരു ചട്ടകമായിരിക്കും. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് പാത്രത്തിൽ തട്ടുള്ളൂ. അതേസമയം ഇവിടെ കട്ട് ചെയ്ത് പോയ ചട്ടമാണെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്ത് പോയ ചട്ടമാണെങ്കിൽ നമുക്ക് ഈ ഭാഗം മൊത്തമായിട്ട് ഡച്ചിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാത്രങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.